SIR-ൽ ആളുകൾ ഒഴിവാക്കപ്പെടാതിരിക്കാൻ വില്ലേജ് ഓഫീസുകളിൽ ഹെൽപ്പ് ഡെസ്കുകൾ തുടങ്ങുമെന്ന് മുഖ്യമന്ത്രി. കൂട്ടത്തോടെ വോട്ടർമാർ ഒഴിവാക്കപ്പെടുന്നത് ആശങ്കയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കരട് വോട്ടർ പട്ടികയിൽ വിവിധ കാരണങ്ങളാൽ ഉൾപ്പെടാത്ത അർഹരായവരെ സഹായിക്കാൻ വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് ഹെൽപ്പ് ഡെസ്കുകൾ ആരംഭിക്കും. ഹെൽപ്പ് ഡെസ്കുകളിൽ പൊതുജനങ്ങൾക്ക് ആവശ്യമായ സഹായ നിർദ്ദേശങ്ങൾ നൽകുന്നതിനായി 2 ഉദ്യോഗസ്ഥരെ വീതം ചുമതലപ്പെടുത്തും. ഇതിനാവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് അതത് ജില്ലാ കളക്ടർമാരെ ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ SIR അനാവശ്യ ധൃതിയിൽ നടത്തുന്നത് ആശാസ്യമല്ലെന്ന് ചൂണ്ടിക്കാട്ടി സർക്കാർ ഒന്നിലധികം തവണ അഭ്യർത്ഥന നടത്തിയിരുന്നു. പക്ഷേ ധൃതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിതീവ്ര പരിശോധനയ്ക്കായി മുന്നോട്ട് പോവുകയാണുണ്ടായത്. ഇത് ജനാധിപത്യത്തിൻ്റെ ഉത്തമ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനല്ല എന്നതാണ് ഇപ്പോൾ വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത്. സ്വന്തം അസ്തിത്വം തെളിയിക്കാൻ ജനങ്ങൾ പ്രയാസം അനുഭവിക്കുന്ന ദുരവസ്ഥ അത് വലിയ തോതിൽ ആശങ്കാജനകമായി രാജ്യത്തുയർന്നു വന്നിരിക്കുകയാണ്. വിജിൻ വായാന്തോട് വിവരങ്ങൾ നൽകാനായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. വിജിൻ, ഏകദേശം 1.5 മണിക്കൂറോളം നീണ്ട വാർത്താ സമ്മേളനമായിരുന്നു മുഖ്യമന്ത്രിയുടേത്. നിരവധി വിഷയങ്ങൾ പരാമർശിക്കുകയുണ്ടായി. തദ്ദേശ തെരഞ്ഞെടുപ്പ് വിശകലനം നമുക്ക് പിന്നീട് വരാം. ഈ നേറ്റിവിറ്റി കാർഡ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താണ് ആവശ്യത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം? 2 കാര്യങ്ങളിലുള്ള പ്രതിരോധമാണ് നിലവിൽ നേറ്റിവിറ്റി കോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാധാരണ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റുകൾ അത് വില്ലേജ് ഓഫീസുകളിൽ നിന്ന് ലഭ്യമാകാറുള്ളതാണ്. പക്ഷേ അതിനധിക കാലപരിധിയില്ല. അതുകൊണ്ട് തന്നെ 2 വിഷയങ്ങളിൽ കൃത്യമായ ഒരു പ്രതിരോധം തീർക്കുക. ഒന്ന്, ഈ SIR-മായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ ഒരു നേറ്റിവിറ്റി ഒരാളൊരു സ്ഥലത്ത് താമസിക്കുന്നതാണ് എന്ന് ബോധ്യപ്പെടുത്താനുള്ള രേഖകളില്ലെങ്കിൽ അത് നേറ്റിവിറ്റി കാർഡിലൂടെ സാധ്യമാകുമെന്നുള്ളതാണ് ഈ പുതിയ തീരുമാനം കൊണ്ട് ഇപ്പോൾ SIR-ന്റെ ഭാഗമായി വരാൻ പോകുന്ന ഒരു ആവശ്യകത എന്ന് പറയുന്നത്. മറ്റൊരു കാര്യം, ഇക്കാര്യത്തിൽ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ കർശനമായ നടപടി കേന്ദ്ര സർക്കാരിൽ നിന്ന് വരുന്ന ഘട്ടത്തിൽ പൗരനാണ് എന്ന്, കേരളത്തിലെ ജീവിക്കുന്ന ഒരാളാണ് എന്ന് വ്യക്തമാക്കാൻ ഈ രേഖ കൂടി ഉപയോഗിക്കാമെന്നുള്ളതാണ്. അതിന് നയപരമായും ഒപ്പം തന്നെ നിയമപരമായും പിൻബലം നൽകാൻ അത് കരട് തയ്യാറാക്കി ഒപ്പം നിയമമാക്കി മാറ്റും എന്നുള്ള കാര്യമാണ് മുഖ്യമന്ത്രി എന്തായാലും വ്യക്തമാക്കുന്നത്. ഇക്കാര്യത്തിൽ ഈ SIR-മായി ബന്ധപ്പെട്ട വിഷയത്തിൽ കൂടുതൽ നടപടികളിലേക്ക്, നേരത്തെ നിയമ നടപടിയും ഒപ്പം തന്നെ രാഷ്ട്രീയ വിമർശനവും ഒക്കെയാണ് ഉയർത്തുന്നതെങ്കിൽ പക്ഷേ അതിൽ നിന്ന് മാറി നയപരമായ സർക്കാർ തലത്തിലുള്ള ഇടപെടലിലേക്ക് കൂടി പോകുന്നു എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. അതിനാണ് കളക്ടറേറ്റുകളിൽ ഹെൽപ്പ് ഡെസ്ക് തുടങ്ങാനും ഒപ്പം തന്നെ ജില്ലാ കളക്ടർമാർക്ക് തന്നെ ആരെങ്കിലും ഇത്തരത്തിൽ ഒഴിവാക്കപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ നേതൃത്വം നൽകാനുള്ള തീരുമാനത്തിലേക്കും ഒക്കെ കാര്യങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അത്തരം നടപടിയിലേക്ക് സർക്കാർ തന്നെ കടക്കുന്നത് എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഈ നിലവിൽ ഏത് രേഖകളാണ് ഹാജരാക്കേണ്ടത് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടില്ല. ആ ഒരു ഘട്ടത്തിൽ നേറ്റിവിറ്റി കാർഡ് കൊണ്ട് അതിനുകൂടി ഉപയോഗപ്പെടുന്ന നിലയിൽ, ഉപയോഗിക്കാൻ കഴിയുന്ന നിലയിൽ അങ്ങനെ ഒരു കാർഡ് ഫോട്ടോ വെച്ച നേറ്റിവിറ്റി കാർഡ് നൽകാനുള്ള തീരുമാനത്തിലേക്കാണ് നിലവിൽ എന്തായാലും സർക്കാർ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അക്കാര്യം മുഖ്യമന്ത്രി വിശദീകരിക്കുകയാണ് ചെയ്തത്. ഇക്കാര്യത്തിൽ ഒരു തരത്തിലും ഒരാൾ പോലും വോട്ടർ പട്ടികയിൽ നിന്ന് എവിടെയും മാറിപ്പോകരുത്, ഒഴിവാക്കപ്പെട്ടു പോകരുത് എന്നുള്ള കൃത്യമായ നിലപാടാണ് സർക്കാരിനുള്ളത് എന്നുള്ളതാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത്. പല സ്ഥലങ്ങളിലെയും നിലവിലെ കരട് പട്ടിക പരിശോധിച്ചാൽ ഈ ശരിയായ നിലയിൽ ഉള്ള ഒരു നടപടി ആയിരുന്നില്ല ഈ SIR പ്രക്രിയ എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. ശരിയായ ഉദ്ദേശത്തോടെയുള്ളതല്ല ഈ നടപടികൾ എന്ന് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത്. എന്തായാലും SIR-മായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള നിയമ പോരാട്ടങ്ങൾ നടത്തിയെങ്കിലും പക്ഷേ അത് പൂർണ്ണമായും കണക്കിലെടുക്കാതെ ചെറിയ കാലപരിധി മാത്രം ഉയർത്തിക്കിട്ടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതിൽ നിന്ന് ഇപ്പോൾ പുതിയ തീരുമാനം, SIR-ന്റെ ആദ്യത്തെ കരട് പട്ടിക പുറപ്പെടുവിച്ച ഘട്ടത്തിൽ ഇനി അത് പരിശോധിക്കാനും അതിൽ ഒഴിവാക്കപ്പെട്ട ആളുകളെ ആരെയും ഒഴിവാക്കാതിരിക്കാനുള്ള നടപടിയിലേക്ക് കടക്കാനുമുള്ള തീരുമാനമാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗം കൈക്കൊണ്ടിരുന്നത്. അതിൽ ഏറ്റവും സുപ്രധാനമായ കാര്യം ഈ നേറ്റിവിറ്റി കാർഡ് നൽകുക എന്നുള്ളത് തന്നെയാണ്. ആ നേറ്റിവിറ്റി കാർഡ് നൽകുന്നതിലൂടെ അത് പിന്നീട് മറ്റ് പലതരത്തിലുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന വിധത്തിൽ അതിൽ ഫോട്ടോ പതിച്ച ഒരു തിരിച്ചറിയൽ രേഖയാക്കി തന്നെ മാറ്റാനുള്ള തീരുമാനമാണ് നിലവിൽ എന്തായാലും കൈക്കൊണ്ടിരിക്കുന്നത്.